ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർഗപ്രക്രിയ നഷ്ടമായതാണ് എന്ന് രാഷ്ട്രീയം നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ. +1 സീറ്റ് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് MSF പ്രവർത്തകർ RD ഓഫീസ് ഉപരോധിച്ചു. കോഴിക്കോട് നഗരത്തിൽ മോഷണ പരമ്പര നടത്തിയ പ്രതിയെ കസബ പോലീസ് പിടികൂടി. ലയൺസ് ക്ലബ്ബ് 50 നിർധനരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകും. കൊടുവള്ളിയിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിൽ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. സർഗപ്രക്രിയ നഷ്ടമായതാണ് എന്ന് രാഷ്ട്രീയം നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ. KA കേരളീയന്റെ 30ാം ചരമവാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പ്രവർത്തനം സർഗാത്മകമാണെന്നും സർഗപ്രക്രിയ നഷ്ടമായതാണ് ഇന്ന് രാഷ്ട്രീയം നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന KA കേരളീയന്റെ 30ാം ചരമവാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധിയുടെ ജീവിത മാതൃക പിന്തുടർന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളായിരുന്നു KA കേരളീയനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പൊ രണ്ട് കാലങ്ങൾ നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ സത്യത്തിൽ അതൊരു പാലമാണ്. ഇന്ന് നമ്മൾ നിന്ന് ഇന്നലെയിലെ ചില നന്മകളെയും ഇന്നലെയിൽ നിന്ന് ഇന്നിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന ഒരു യാത്രയെ, ആ യാത്രയിൽ പതറാതെ നയിച്ച മനുഷ്യരെയും എല്ലാം ഓർക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ തെറ്റുകൾ നമുക്ക് തിരുത്താൻ പറ്റുമെന്നുള്ളതാണ്. മനുഷ്യരെങ്ങനെയാണ് ചരിത്രം പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഭാവിയിൽ ഒരു നല്ല ചരിത്രം സൃഷ്ടിക്കാനാണ്. ഭാവിയിൽ ഒരു നല്ല ചരിത്രം അതിന് പിന്നെ വരുന്ന തലമുറയ്ക്ക് സൃഷ്ടിച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഇന്നത്തെ തെറ്റുകൾ നമ്മൾ തിരുത്തണം. ആ തിരുത്താൻ സഹായിക്കുന്ന ഓർമ്മകളാണ് ഇന്നലെ ശരി ചെയ്തവരുടെ ജീവിതരേഖ. അനുസ്മരണ സമിതി ചെയർമാൻ PK നാസർ അധ്യക്ഷത വഹിച്ചു. NC മമ്മൂട്ടി എൻഡോമെന്റായി പുസ്തകങ്ങളും ഫലകവും ഗവൺമെന്റ് ഗണപത് ബോയ്സ് ഹൈസ്കൂൾ ലൈബ്രറിക്ക് പ്രഭാത് ബുക്സ് ഹൗസ് ഡയറക്ടർ TV ബാലൻ സമ്മാനിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK ബാലൻ, നാളികേര വികസന കോർപ്പറേഷൻ ചെയർമാൻ TK രാജൻ, TK വിജയരാഘവൻ, പ്രൊഫസർ K പാപ്പുട്ടി, രാധാകൃഷ്ണൻ, പ്രേംകുമാർ, അഹമ്മദ് കുട്ടി കുന്നത്ത്, CP സദാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. +1 സീറ്റ് പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് MSF പ്രവർത്തകർ RD ഓഫീസ് ഉപരോധിച്ചു. ഓഫീസിന്റെ മതിൽ പ്രവർത്തകർ ചാടിക്കടന്നതോടെ പോലീസും MSF പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. വൻ പോലീസ് സന്നാഹത്തെ മറികടന്ന് MSF പ്രവർത്തകർ ഹയർ സെക്കൻഡറി മേഖല ഉപഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു. +1 സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ അധിക ബാച്ച് അനുവദിക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് വൈകിട്ട് MSF പ്രവർത്തകർ ഉപരോധ സമരം നടത്തിയത്. ഹയർ സെക്കൻഡറി ഉപഡയറക്ടറുടെ ഓഫീസ് ഉപരോധിക്കാൻ 3:30 പ്രവർത്തകർ എത്തുമെന്നറിഞ്ഞ്
ചെമ്മങ്ങാട് ഇൻസ്പെക്ടർ എസ് കിരണിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം എത്തിയിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി സ്വാഹിബ് മുഹമ്മദിന്റെ നേതൃത്വത്തിൽ 7 പ്രവർത്തകർ ഓഫീസ് വളപ്പിന്റെ പടിഞ്ഞാറു ഭാഗത്തെ മതിൽ ചാടി അകത്തെത്തി. അവരെ മാറ്റാൻ പോലീസ് ശ്രമിച്ചപ്പോൾ ചെറിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. സ്വാഹിബ് മുഹമ്മദ്, ട്രഷറർ ഷമീർ പാഴൂർ, ഭാരവാഹികളായ നിയാസ് കക്കാട്, അജ്മൽ കൂനഞ്ചേരി, CM മുഹാദ്, ഫുവാദ് തേയറമ്പത്തിൽ, ജുനൈദ് പെരിങ്ങളം, സാജിദ് റഹ്മാൻ, NP ഷാഫി, ഹർഷിത് നൂറാംതോട്, യാസീൻ കൂളിമാട്, KT ആദിൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നഗരത്തിൽ മോഷണ പരമ്പര നടത്തിയ പ്രതിയെ കസബ പോലീസ് പിടികൂടി. കൊടുവള്ളി സ്വദേശി സക്കറിയയെ ബത്തേരിയിൽ നിന്ന് പിടികൂടി. ഇയാൾക്കെതിരെ സംസ്ഥാനത്ത് 100-ലധികം കേസുകൾ നിലവിലുണ്ട്. കോഴിക്കോട് കോട്ടപ്പറമ്പ് റോഡിലെ 3 ഇലക്ട്രോണിക് കടകൾ കുത്തിത്തുറന്ന് പണവും മൊബൈൽ ഫോണും കവർന്ന സംഭവത്തിന് കസബ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊടുവള്ളി സ്വദേശി കളരാന്തിരി സക്കറിയയെ പിടിയിലായത്. ഇയാൾക്കെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 100-ലേറെ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. രാത്രിയിൽ നഗരത്തിലെത്തി പുലർച്ചെ മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി. ഒരു സ്ഥലത്തെ ഒട്ടേറെ കടകളിൽ ഒരേ സമയം മോഷണം നടത്തും. നഗരത്തിലെ 19 CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. കോഴിക്കോട്ടെ മോഷണത്തിന് ശേഷം വയനാട് ജില്ലയിലേക്ക് കടന്ന പ്രതിയെ സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. 3 കടകളിൽ നിന്നായി 43,000 രൂപയും മൊബൈൽ ഫോണുമാണ് നഷ്ടപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലയൺസ് ക്ലബ്ബ് 50 നിർധനരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകും. ലയൺസ് ക്ലബ്ബ് ഓഫീസർമാരുടെ സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ 14-ന് കണ്ണൂരിൽ വെച്ച് നടക്കുമെന്ന് സാരഥികൾ അറിയിച്ചു. Cabinet officers in installation E14th വരാൻ പോകുന്ന സൺഡേ കണ്ണൂർ ലക്സോട്ടിക്ക ഇന്റർനാഷണൽ സെന്റർ വെച്ചിട്ടാണ്. ആൻഡ് അവർ പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടർ ക്ലൈൻ വിജയകുമാർ രാജു ഫ്രോം വിശാഖപട്ടണം. ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പോകുന്നത് സർട്ടൻ സർവീസ് ആക്ടിവിറ്റീസ് ആണ്. 1st ജൂലൈ തന്നെ 2000 സർവീസ് ആക്ടിവിറ്റീസ് 180 ക്ലബ്സിലെ 2000 സർവീസ് ആക്ടിവിറ്റീസ് പല സ്ഥലം ഓർഫനേജ്, ഓൾഡ് ഏജ് ഹോം, അത് ബ്ലഡ് ഡൊണേഷൻ, എൻവയറമെന്റ്, ഹങ്കർ റിലീഫ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു. ഈ വർഷത്തെ ടാർഗറ്റ് 10,000 സർവീസ് ആക്ടിവിറ്റീസ് ആണ്. ദിസ് ഗോയിങ് ടു ബി എ റെക്കോർഡ്. 10,000 സർവീസ് ആക്ടിവിറ്റീസിന്റെ ടാർഗറ്റ് ആണ് നമ്മൾ ഡിസ്ട്രിക്റ്റിലുള്ളത്. ദാറ്റ് ഈസ് 150 ഡ്രിങ്കിങ് വാട്ടർ പ്യൂരിഫയേഴ്സ് ഗ്രാമ ഏരിയാസിലെ സ്കൂൾസിലെ 150 സ്കൂൾസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന 318 ലയൺസ് ഇന്റർനാഷണൽ ക്ലബ്ബ് ഗ്രാമീണ മേഖലയിൽ നിർധനരായ 50 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകും. ഗ്രാമങ്ങളിലെ 150 സ്കൂളുകളിൽ ശുദ്ധജലം എത്തിക്കും. ലയൺസ് ക്യാബിനറ്റ് ഓഫീസർമാരുടെ സ്ഥാനാരോഹണം 14-ന് കണ്ണൂർ ലക്സോട്ടിക്ക ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ വിജയകുമാർ രാജു ഉദ്ഘാടനം ചെയ്യും. 10,000 സന്നദ്ധ പ്രവർത്തനങ്ങളാണ് ഈ വർഷം ഉദ്ദേശിക്കുന്നതെന്ന് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ, ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ഗംഗാധരൻ, ക്യാബിനറ്റ് ട്രഷറർ ചാക്കോസി ജോസഫ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കൊടുവള്ളിയിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിൽ. മുഹമ്മദ് എന്ന അപ്പുവിനെ ബാംഗ്ലൂരിൽ വെച്ചാണ് പിടികൂടിയത്. മറ്റു പ്രതികൾ നേരത്തെ അറസ്റ്റിലായിരുന്നു. എളേറ്റിൽ വട്ടോളിയിൽ യുവാവിനെ കാറിൽ കയറ്റി കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് റോഡരികിൽ ഉപേക്ഷിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ ഒളിവിൽ കഴിഞ്ഞ മുഖ്യപ്രതി പിടിയിലായി. കിഴക്കോത്ത് ആവിലോറ പാറയ്ക്കൽ മുഹമ്മദ് എന്ന ആപ്പുവാണ് ബംഗളൂരുവിൽ നിന്ന് പിടിയിലായത്. പ്രതി ബംഗളൂരുവിലുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി ഡിവൈഎസ്പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം കൊടുവള്ളി ഇൻസ്പെക്ടർ സി ഷാജുവിന്റെ മേൽനോട്ടത്തിൽ SI ജിയോ സദാനന്ദൻ, ASI KV ശ്രീജിത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷഫീഖ് നിയാലിക്കിൽ, വിപിൻ സാഗർ, ഡ്രൈവർ സത്യരാജ് എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് കെങ്കേരിയിൽ ഒരു ഫ്ളാറ്റിൽ ഒളിവിൽ കഴിഞ്ഞ മുഹമ്മദിനെ സാഹസികമായി ബുധനാഴ്ച രാത്രി കസ്റ്റഡിയിലെടുത്തത്. കൊടുവള്ളി സ്റ്റേഷനിൽ എത്തിച്ച ശേഷം വ്യാഴാഴ്ച വൈകിട്ട് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ പ്രതികളായ കിഴക്കോത്ത് ആവിലോറ പാറയ്ക്കൽ അബ്ദുൾ റസാഖ്, സക്കരിയ, റിയാസ്, മധുക്കൂട്ടുകയിൽ നാസി എന്ന അബ്ദുൽ നാസറാൻ എന്നിവരെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിരുന്നു. 2023 ഡിസംബർ 12 കേസിനാസ്പദമായ സംഭവം. എളേറ്റിൽ വട്ടോളിയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന ചോലയിൽ മുഹമ്മദ് ജസീമിനാണ് കടയിലെത്തിയ സംഘം സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് കാറിൽ കയറ്റി കൊണ്ടുപോയത്. കത്തറമ്മൽ ഭാഗത്തെ ആളില്ലാത്ത വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് കത്തറമ്മൽ ഭാഗത്ത് തന്നെ ഇറക്കിവിട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സുലൈമാൻ സെർച്ച് സെന്റർ സിറ്റി ചാപ്റ്റർ 1ാം വാർഷികം ആഘോഷിക്കുന്നു. ഇതിന്റെ ഭാഗമായി വനിതാ പാലിയേറ്റീവ് കെയർ യൂണിറ്റും ആരംഭിക്കും. ജൂലൈ 14 സിറ്റി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും. നമ്മളിപ്പോൾ 1ാം വാർഷികത്തിന് നമ്മളൊരു എന്തെങ്കിലും ഒരു പദ്ധതി, കാര്യമായുള്ള ഒരു പദ്ധതി ആരംഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഒരു വനിതാ ഹോം കെയർ പാലിയേറ്റീവ് ഡിവിഷൻ തുടങ്ങാൻ പോവാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പാലിയേറ്റീവ് കെയർ മാത്രം ലക്ഷ്യമാക്കി ഒരു വനിതാ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് 1ാം വാർഷികത്തിന്റെ ഭാഗമായി വനിതാ വേദിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കും. വനിതാ ഡോക്ടർ, വനിതാ നഴ്സ്, വനിതാ ആംബുലൻസ് ഡ്രൈവർ, 2 വനിതാ വോളണ്ടിയർ എന്നിവരടങ്ങുന്ന 5 അംഗങ്ങൾ അടങ്ങുന്നതാകും ഈ യൂണിറ്റ്. പരിശീലനം ലഭിച്ച 15 പേർ ഈ ടീമിലുണ്ടാകും. ഓഗസ്റ്റ് 2ാം വാരത്തോടെ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കും. ഇതോടൊപ്പം ഹോം കെയർ പരിചരണത്തിന്റെ ഭാഗമായി യൂറിൻ ട്യൂബ്, റൈസ് ട്യൂബ്, ഇഞ്ചക്ഷൻ, ഡ്രസ്സിംഗ്, BP ചെക്കിംഗ് തുടങ്ങിയ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു നഴ്സിംഗ് കെയർ സഹായം കൂടി ഈ ടീം വീടുകളിൽ നൽകും. പുറമെ വരുന്ന രോഗികളോട്, അതായത് ഹോം കെയറിന് പോകുന്ന ആളുകളോട് കോഴിക്കോട് നഗരമേഖലയിൽ 250 രൂപയാണ് വാങ്ങുന്നത്. വളരെ പാവപ്പെട്ട രോഗികൾക്ക് നമ്മൾ മെൻഷൻ ചെയ്തു തന്നാൽ തീർത്തും സൗജന്യമായി, അത് അകത്തും പുറത്തും സൗജന്യമായി സേവനം നൽകുന്ന ഒരു സംവിധാനം കൂടി അവിടെയുണ്ട്. വാർഷികത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 14 ഞായറാഴ്ച വൈകുന്നേരം 4:15 ചാലപ്പുറം സിറ്റി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ട്രസ്റ്റിന്റെ സ്റ്റേറ്റ് ചെയർമാൻ കൂടിയായ അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷതയിൽ കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിക്കും. വാർഷികത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ സുവനീർ കാലത്തിൻ ജമീല MLA ട്രസ്റ്റിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ കാസിം ഇരിക്കൂറിന് നൽകി പ്രകാശനം ചെയ്യും. സെന്ററിന്റെ പ്രമോഷനാർത്ഥം 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രമോഷൻ വീഡിയോയും തയ്യാറാക്കിയിട്ടുണ്ട്. സമാപന പരിപാടിയിൽ പ്രസിദ്ധ മജീഷ്യൻ ശ്രീജിത്ത് വിയൂരിന്റെ മാജിക് ഷോ ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ KP സലീം, MB റംസി, അസ്മിത നിസാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് മെഡിക്കൽ സയൻസസിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജൂലൈ
14-ന് ഗാന്ധിഗൃഹത്തിൽ നടക്കും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു. ഇസ്ലാമിക വേദികളിൽ നടത്തപ്പെടുന്ന ഈ വൈദ്യശാസ്ത്ര സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കുറച്ചുകൂടെ വൃത്തിയായി നല്ല രീതിയിൽ ചെയ്യുന്നതിനും കുറച്ചുകൂടി ഹെൽത്ത് ആരോഗ്യപരമായിട്ട് അതിനെപ്പറ്റി പുനർവിചിന്തനം ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ആ മേഖലയിലുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി നമ്മുടെ കേരളത്തിലും അത്തരം ചിന്തകൾ ഉണ്ടാവുകയും ആ കാര്യങ്ങൾ പുറത്തെടുക്കുകയും അതിൻ്റെ മേൽ റിസർച്ച് വർക്ക് നടത്തുകയും നിലവിലുള്ള പ്രൊഫറ്റിക് മെഡിക്കൽ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെ കേരളത്തിൽ ഒരു പ്രൊഫറ്റിക് സംവിധാനം, പ്രൊഫറ്റിക് വൈദ്യശാസ്ത്രം മുന്നോട്ട് വയ്ക്കുകയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് മെഡിക്കൽ സയൻസ്, ജാമി അതുത്യബിന്ന ബവി ട്രസ്റ്റ് എന്നിവയുടെ ഒരു വർഷം നീളുന്ന സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം 20-ന് രാവിലെ 11-ന് ഗാന്ധിഗൃഹം ഹാളിൽ MK രാഘവൻ MP നിർവഹിക്കും. പ്രവാചക വൈദ്യം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തും. ഫോട്ടോ പ്രദർശനം, പുസ്തക പ്രകാശനം എന്നിവ ഉണ്ടാകുമെന്ന് ഭാരവാഹികളായ ഡോക്ടർ K ദുഷ്യന്തൻ, ഡോക്ടർ ഷാഫി അബ്ദുള്ള സുഹൂരി, നൌഷാദ് സൈനി എന്നിവർ പറഞ്ഞു. സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വർഷം ഞങ്ങൾ ഒരു സിൽവർ ജൂബിലി ആഘോഷ പരിപാടിയായിട്ട് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാളാണ്ടിത്താഴം ദർശനം വായനശാലയിൽ വായനാ പക്ഷാചരണ സമാപന പരിപാടികൾ നടന്നു. IV ദാസ് ജന്മദിനവും ആഘോഷിച്ചു. കഥാകൃത്ത് UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. IV ദാസ് ജന്മദിനത്തിലെ വായന പക്ഷാചരണ സമാപനം കാളാണ്ടിത്താഴം ദർശനം വായനശാലയിൽ വയലാർ പുരസ്കാര ജേതാവ് UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായിട്ടും അത് നമുക്ക് വായിച്ചെടുക്കാൻ ധാരാളമുണ്ട്. നമ്മളൊരു കഥ വായിക്കുമ്പോൾ എന്താണ് കഥ വായിക്കുന്നത്? കഥ അറിയാൻ വേണ്ടി അതിൽ നിന്ന് നമ്മളെന്ത് സംശയീകരിക്കുന്നു, നമുക്കെന്ത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വായന മത്സര വിജയികളായ 26 പേർക്ക് സാഹിത്യകാരന്മാർ കയ്യൊപ്പു ചാർത്തിയ പുസ്തകങ്ങൾ UK കുമാരനും സൽമി സത്യാർത്ഥിയും സമ്മാനമായി വിതരണം ചെയ്തു. വായനയ്ക്ക് നൽകുന്ന പുസ്തകങ്ങളിൽ വിമർശന പഠനം നടത്തിയവരായ രഞ്ജിത്ത് ആയഞ്ചേരി, സ്വാമിനാഥൻ പാറേക്കാട്ട്, ബിജു ചാലിൽ, ബീന വിജയൻ, TK വത്സലകുമാരി, VK വിജയലക്ഷ്മി, ചെട്ടിക്കുളങ്ങര MP ദിനേശൻ, ഡഗ്ലസ് D സിൽവ, ന്യൂയോർക്ക് സർഗവേദി മെന്റർ എഴുത്തുകാരൻ ജോസ് ചെരിപ്പുറത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ പ്രതിനിധി എന്നിവർ പുരസ്കാര ഫലകം ഏറ്റുവാങ്ങി. ദർശനം പ്രസിഡന്റ് P സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി സൽമി സത്യാർത്ഥി IV ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. എഴുത്തുകാരികളായ ശ്രീരഞ്ജിനി ചേവായൂർ, സായിപ്രഭ പറമ്പിൽ ബസാർ, ശ്രീലത രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ദർശനം ജോയിന്റ് സെക്രട്ടറി TK സുനിൽകുമാർ വായന പക്ഷാചരണ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദർശനം ഗ്രന്ഥശാല സെക്രട്ടറി MA ജോൺസൺ സ്വാഗതവും നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് BK ശ്രീജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സ്ഥാപക ദിനം ജൂലൈ 13-ന് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കും. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ബൈജുനാഥ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന അധ്യക്ഷൻ ഐസക് വർഗീസ് പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും. വിജിലൻസ് DYSP E സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും 102 വയസ്സ് പൂർത്തീകരിക്കുന്ന മുതിർന്ന പൊതുപ്രവർത്തകരുമായ സോഷ്യോ വാസുവിനെയും ആദരിക്കും. മുക്കം KMCT മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ നാഷണൽ കോളേജ് ഓഫ് ഫാർമസിക്ക് NAC A ഗ്രേഡ് നേടിയ സർട്ടിഫിക്കറ്റ് ET മുഹമ്മദ് ബഷീർ MP KMCT ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുജിത് വർമ്മയ്ക്ക് കൈമാറി. KMCT സ്ഥാപക ചെയർമാൻ ഡോക്ടർ മൊയ്തു അധ്യക്ഷനായിരുന്നു.
അഭിനേതാവ് ജയരാജ് വാര്യർ, KMCT ചെയർമാൻ ഡോക്ടർ നവാസ് KM, എക്സിക്യൂട്ടീവ് ട്രസ്റ്റി ഡോക്ടർ ആയിഷ നസ്രിൻ, സാഹിൽ മൊയ്തു, ആമിന യാസ്മിൻ, സലീം KN, പ്രൊഫസർ അഖിൽ ഹരി എന്നിവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർഗപ്രക്രിയ നഷ്ടമായതാണ് ഇന്ന് രാഷ്ട്രീയം നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ. +1 സീറ്റ് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് MSF പ്രവർത്തകർ RD ഓഫീസ് ഉപരോധിച്ചു. കോഴിക്കോട് നഗരത്തിൽ മോഷണ പരമ്പര നടത്തിയ പ്രതിയെ കസബ പോലീസ് പിടികൂടി. ലയൺസ് ക്ലബ്ബ് 50 നിർധനരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകും. കൊടുവള്ളിയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.